അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു എഗ് റോളിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പിടി കാബേജ്, 1 കപ്പ് കാബേജ്, 1 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാപ്സിക്കം ഒന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അത്രയും പൊടികൾ മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 4 കോഴിമുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി വെച്ചതാണ്. ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ചെയ്യുക. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാം കൂടെ ഒന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഫില്ലിങ്സ് ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറി വന്ന ഫില്ലിങ്സിലേക്ക് നമുക്ക് 1 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ചിരകി വെച്ചതാണ്. 2 ടേബിൾ സ്പൂൺ ബ്രെഡിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് നമ്മൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പിടി എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് നീളത്തിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. നമ്മളെല്ലാം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ക്രംസിലൊന്ന് ബ്രെഡിൻ്റെ ക്രംസിലൊന്ന് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മൾ വറുത്ത് കോരുകയാണ്. നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടുള്ളതാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി